പത്തനംതിട്ട തട്ടയിലുള്ള നന്ദന ഫാമിലി പ്രധാന ആകർഷണം ഇപ്പോൾ ഒരു കാളവണ്ടിയാണ്. ഫാം ഉടമസ്ഥനായ ചിക്കു നന്ദന തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നും കൊണ്ടുവന്ന മാണിക്കിനാണ് ഇവിടുത്തെ താരം. മരണത്തിന് തൊട്ടു മുന്നിൽ നിന്നുമാണ് മാണിക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിരവധി ആളുകൾ മാണിക്കിനെ കാണാനും കാളവണ്ടി സവാരിക്കുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. കരിനീല കണ്ണുള്ള പെണ്ണെ, നിന്റെ കണ്ണേറു കൊണ്ടു ഞാനേ എൻ്റെ നെഞ്ചം പിടച്ചു പെണ്ണെ, ആ നേരം കോരിത്തരിച്ചു നിന്നു നിൻ കാർക്കൂന്തൽ കണ്ടാലേ എന്തൊരഴകാടി എൻ ചന്തമെറുമഴകേ. മരണത്തെ മുഖാമുഖം കണ്ടവനാണ് മാണിക്യം. എന്നാൽ ചിക്കു അവനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. അറക്കുന്നതിന് തൊട്ടു മുൻപ് കമ്പത്തു നിന്നും വിലപേശി അവനെ സ്വന്തമാക്കി. നിറവാർന്ന കണ്ണെഴുതിയ മിഴികളുള്ള ഉഗ്രൻ കാളക്കൂറ്റൻ. തട്ടയിലെ ചിക്കു നന്ദയാണ് നന്ദന ഫാം ഉടമ. മുൻപൊരിക്കൽ ഈ കാളയെ കണ്ടു മോഹിച്ചതാണെങ്കിലും വില ഒത്തില്ല. പിന്നീടാണ് കാളയെ അറവുകാർ കൊണ്ടുപോയെന്നറിഞ്ഞത്. രണ്ടാമതൊന്നും ആലോചിച്ചില്ല. കമ്പത്തേക്ക് പാഞ്ഞെത്തി മാണിക്കനെ സ്വന്തമാക്കി. വളരെ പെറ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കാളവണ്ടി യാത്രയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാളയാണ്. നമ്മൾ വളരെ ഭംഗിയായിട്ട് നോക്കുന്നു. 3 നേരം ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നു. ഈ കാങ്കേയ ഇനത്തിൽപ്പെട്ട കാളയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതായത് കണ്ണിന് നല്ല ഭംഗിയായിരിക്കും, കണ്ണ് എഴുതിയ പോലെ ഇരിക്കും. അതേപോലെ തന്നെ കൊമ്പ് നല്ല വലിപ്പത്തിലായിരിക്കും. മുഖ ഷേപ്പും ബോഡി ഷേപ്പും ഒക്കെ നല്ലതായിരിക്കും. തൃശൂർ സ്വദേശിയായ ആസിഫ് അലിയാണ് കാളയെ പരിപാലിക്കുന്നതും കാളവണ്ടി ഓടിക്കുന്നതും. മാണിക്കൻ നല്ലവനെന്നും സ്നേഹമുള്ളവനെന്നും ആസിഫ് അലി. മറ്റുള്ള കാളകളുടെ പോലെ കുറെ കാളകളെ കണ്ടിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളെ കുത്താൻ നോക്കും, അല്ലെങ്കിൽ പേടിപ്പിക്കാനല്ലേ നോക്കും. ഇവനിപ്പോൾ കെടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് പോയിട്ടാണ് കെടുക്കവൻ്റെ. അത്രയും ഡീസൻ്റാണ് മൂപ്പരാള്. നമ്മളിട്ട് ഒരു അലമ്പിനോ ഒരു കാര്യത്തിനോ നിൽക്കില്ല. അടിക്കേണ്ട ആവശ്യം തീരില്ല ഇവനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമന്റ് കൊടുത്തു കഴിഞ്ഞാണ്ട. അതാണ് ഇവന്റെ ഒരു സെറ്റപ്പ്. കങ്കായം ഇനത്തിൽപ്പെട്ട കാളയാണ് മാണിക്കൻ. മാണിക്കനെ കാണാനും കാളവണ്ടി സവാരി ആസ്വദിക്കാനും നിരവധി പേർ നന്ദന ഫാമിലേക്ക് എത്തുന്നുണ്ട്. പോയ കാലത്തിന്റെ പഴമയും ആസ്വദിച്ച് കാളവണ്ടി സവാരി നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഇവിടേക്ക് പോരാം. പട്ടുചേലടയെത്തുകെട്ടി കണ്ണാടി നോക്കി നിന്നാലേ അഴകൊത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാലാരും നോക്കിപ്പോകും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.